ഹായ് ഹലോ, ഇന്നത്തെ പത്രമാറ്റ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദർശം നയനയും കൂടി തിരക്കിറങ്ങിയിരിക്കുകയാണ് അനാമികയെ. പോലീസിനോട് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്ന വഴിക്ക് അനാമികയുടെ കാർ കാണുകയും അത് കണ്ട് നിർത്തി അനാമികയുടെ കാറാണല്ലോ എന്ന് നയന സംശയിക്കുകയും അത് കണ്ട് ആദർശ് വണ്ടി നിർത്തി ഇത് അനാമികയുടെ കാർ ആണെന്ന് അവർ കൺഫേം ചെയ്യുകയും ശേഷം അവർ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനിടെ ജാനകി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. മരുമകളെ കാണാതെയായിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയും അവിടെ അനിയുടെ അച്ഛൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ജാനകി തന്നെ പറയുന്നുണ്ട്, എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, കല്യാണത്തിന് അവന് താല്പര്യമില്ല എന്ന് അറിയാമല്ലോ, അപ്പോൾ അത് എന്താണ് കാരണമെന്ന് എനിക്കറിയാം, അവനക്കൊരു പെണ്ണിനെ ഇഷ്ടമാണ്, അവർ കുട്ടിയായിട്ട് സ്നേഹത്തിലാണ്, അതാരാണെന്നൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ജാനകി. അങ്ങനെ എന്താ പറയുക, അപ്പോൾ അതിനുശേഷം അവർ ജാനകി ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. ആരാണെന്ന് അറിയാവോ, ഇവിടെ കല്യാണം കൂടാൻ വന്നവൾ തന്നെയാണത് എന്നൊക്കെ പറയുകയും നയനയും നന്ദുവിനെയും ഒരുപാട് കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു അനിയുടെ അച്ഛൻ. അങ്ങനെ അവർ ഇരുവരും സംസാരിക്കുകയും ഇനിയൊന്നും ചോദിക്കാൻ പോണ്ട എന്ന് ജാനകി പറയുകയും ഞാൻ ഇതിനൊന്നും നിൽക്കുന്നില്ല എന്ന് അനിയുടെ അച്ഛൻ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് നമ്മുടെ അനി വരികയുന്നുണ്ട്. അനി വരുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ അന്വേഷിച്ചോ, അവൾ എവിടെയാണെന്നുള്ളത് അന്വേഷിച്ചോ എന്ന് ചോദിക്കുകയും അപ്പോൾ അനിയൊരു താല്പര്യമില്ലാത്ത മട്ടിൽ എനിക്കറിയില്ല എന്നുള്ള രീതിയിൽ അനാമിക എന്താണെന്ന് എവിടെ പോയത് എന്നൊന്നും തനിക്കറിയില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നിനക്ക് എന്തുകൊണ്ടാണ് താല്പര്യമില്ലാത്ത എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ ജാനകി ദേഷ്യത്തോടെ അനിയോട് പറയുകയും നിനക്കെന്നാൽ അത് മുത്തശ്ശനോട് പറഞ്ഞുകൂടെ എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, മുത്തശ്ശനോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ഇപ്പം തീരുമാനിച്ച് കഴിഞ്ഞതല്ലേ എന്തായാലും നടക്കുള്ളൂ, ആരെയും ജീവിതം, ഇതൊക്കെ ഒരു ജീവിതമാണ്, വിവാഹം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ കാര്യമാണ്, ജീവിതമാണ്, ഇതൊക്കെ ആരെയും അടിച്ചമർത്തേണ്ട ഒരു കാര്യമല്ല എന്നൊക്കെ അനി സങ്കടത്തോടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അനി അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ജാനകിയും അനിയുടെ അച്ഛനും കൊണ്ട് വീണ്ടും ഇങ്ങനെ സംസാരിക്കുകയും ജാനകി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അനിയുടെ അച്ഛൻ. അങ്ങനെ പോലീസിനെ ആദർശ് വിവരം അറിയിക്കുന്നുണ്ട്. അങ്ങനെ ആദർശിനോട് പോലീസ് പറയുന്നുണ്ട്, നമ്പർ ട്രാക്ക് ചെയ്തപ്പോൾ അവസാനം വിളിച്ച നമ്പർ നയന നോട്ട് ചെയ്യുകയും അത് നോക്കുമ്പോൾ നന്ദുവിൻ്റെ നമ്പറായിരുന്നു. അങ്ങനെ നയന ഇങ്ങനെ സംശയിക്കാന്ന് അത് നന്ദുവിൻ്റെ നമ്പറാണല്ലോ എന്ന് ആദർശിനോട് പറയുകയും അതെന്തിനാണ് അവൾ കോൾ ചെയ്തത്, എന്താണ് കാര്യം, എന്തോ ഉണ്ടല്ലോ എന്ന് ആദർശിനൊരു സംശയം തോന്നുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് നയനക്ക് ഒരുപാട് ടെൻഷനാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എന്തോ ഇതിനുള്ളിലുണ്ട്, അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ആദർശ്. അത് കഴിഞ്ഞ് അവർ അനന്തപുരിയിലേക്ക് വരികയും അവിടെ ജാനകി നിൽപ്പുണ്ടായിരുന്നു. എന്താണ് മരുമകളെക്കുറിച്ചുള്ള വിവരം കിട്ടിയോന്ന് അറിയാൻ വേണ്ടി അവിടെ ജാനകി ഇങ്ങനെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് അവർ കയറി പോകുമ്പോൾ ജാനകി ചോദിക്കൂ എന്തായി എന്ന് ചോദിക്കുമ്പോഴൊന്നും കണ്ടുപിടിക്കാനായില്ല എന്ന് നയന പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാനകി ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ പറയുകയാണ്, ഇവിടെ നടന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്, അനിയുടെ മനസ്സിൽ ആരാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള മട്ടിൽ ഒരുപാട് ദേഷ്യത്തോടെ നയനയോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ജാനകി വരുന്നുണ്ടായിരുന്നു. കനക അവിടേക്ക് എത്തുകയും കനകയോടും ഒരുപാട് ദേഷ്യത്തിൽ ഇങ്ങനെ ജാനകി പറയുന്നുണ്ടായിരുന്നു, രണ്ട് മക്കളെ ഇവിടേക്ക് കയറ്റി ഇനിയിപ്പം മൂന്നാമതൊരാളെ കൂടി ഇവിടേക്ക് വരുത്തിക്കാനുള്ള ഒരു വിദ്യ ആയിരിക്കും ഇത് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ കനകയ്ക്കൊന്നും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് ദേഷ്യത്തോടെ ജാനകി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കനകയൊന്നും മനസ്സിലാവാതെ ഇങ്ങനെ നയനോട് പറയുമ്പോൾ നയനൊക്കെ തുറന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കനകയോട് നയന പറയുന്നുണ്ടായിരുന്നു, അവസാനം വിളിച്ചത് നന്ദുവിൻ്റെ നമ്പറിലേക്കാണ് അവസാനം വിളിച്ചത് എന്നും എന്തിനാണ് അവളെ വിളിച്ചത് എന്ന് ഞാൻ ഒന്ന് പോയി തിരക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് നയന തൻ്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. കനക പറയുന്നുണ്ടായിരുന്നു, അവൾ അവിടെ തന്നെ ഉണ്ടല്ലോ, ഞാൻ അവളെ കണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കാര്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ അവിടേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ആദർശ് അനിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചതൊക്കെ ഇങ്ങനെ പറയുകയും
നന്ദുവിനെയാണ് അവസാനം കോൾ ചെയ്തത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ടായിരുന്നു, എന്നാൽ പിന്നെ നന്ദുവിനോട് ചോദിച്ചാൽ പോരെ, അവൾ എവിടെയുള്ളത് എന്ന് ചോദിച്ചാൽ പോരെ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്, അത് എന്തിനാണ് നന്ദുവിനെ അനാമിക വിളിച്ചത് എന്നുള്ള സംശയം അനിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു, എന്തായാലും നേനെ അവിടേക്ക് പോയിട്ടുണ്ട്, നന്ദുവിനെ കാണാൻ പോയിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ആദർശ് ഇങ്ങനെ അനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, തുടക്കം മുതലേ നിനക്ക് കല്യാണത്തിനോട് ഒരു താല്പര്യവുമില്ല, ഇനിയിപ്പോൾ നീ എങ്ങാനും എന്തെങ്കിലും മുടക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുമ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അനി. അങ്ങനെ ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ മുത്തശ്ശന് ഇനിയിപ്പോൾ അസുഖം കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ, അപ്പോൾ സ്വന്തം താല്പര്യം മാത്രം നോക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ കൂടി നമ്മൾ നോക്കണം എന്നുള്ള രീതിയിൽ അനിയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ തുടർന്ന് കാണിക്കുന്നത് അനാമികയുടെ വീട്ടിലേക്ക്, അതായത് അനാമിക തട്ടിക്കൊണ്ട് പോകുന്ന ആൾ വരികയാണ്. എന്നിട്ട് അനാമികയുടെ അച്ഛൻ്റെ കോളറ് പിടിച്ചിട്ടിങ്ങനെ ചോദിക്കുകയായിരുന്നു, പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ ചോദിക്കുകയും, അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, അച്ഛനും അമ്മയും പറയുന്നുണ്ട്, ഞങ്ങൾ മോളെ കാണാതെയുള്ള വിഷമത്തിലാണ് ഉള്ളത് എന്നൊക്കെ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ടായിരുന്നു തൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് എന്ന് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ കല്യാണം കഴിയാതെ ഒന്നും മോളെ വിട്ടു തരില്ല, അല്ലെങ്കിൽ എൻ്റെ പൈസ നീ എത്ര കോടികളാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിപ്പം കല്യാണം നടത്താൻ നിനക്ക് 101 പവന് സ്വർണ്ണമൊക്കെ നിനക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലേ, അപ്പോൾ എൻ്റെ പൈസ എന്താ നീ തരാത്തത്, ഇനിയിപ്പോൾ അത് തന്നിട്ടേ നിൻ്റെ മോളെ വിട്ടയക്കൂ എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും പറയുന്നുണ്ടായിരുന്നു, ഈ കല്യാണം കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ആ പണം തിരിച്ചു തരാൻ പറ്റും ഞങ്ങൾക്ക് എന്ന് പറയുന്നുണ്ടെങ്കിലും അയാൾ ഒന്നും സമ്മതിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവരോടിങ്ങനെ ഒരുപാട് പറയുകയും പൈസ തന്നില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ, കല്യാണം നടക്കില്ല എന്നുള്ള രീതിയിൽ പറയുകയും എങ്ങനെയെങ്കിലും തന്നെ പണം കൊടുത്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അയാൾ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അയാൾ മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ അനാമികയുടെ അമ്മ പറയുന്നുണ്ട്, അച്ഛനും മോളോട് ഞാൻ പറയാറുള്ളതാ ഇങ്ങനെ ദൂരത്തടിക്കേണ്ട, അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പണം കളയണ്ട എന്നൊക്കെ പറയാറുള്ളത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നെ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ നേന വീട്ടിലേക്ക് വരികയും നന്ദുവിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പം നന്ദുവിനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, നിന്നെ എന്തിനാണ് അനാമിക വിളിച്ചത് എന്നൊക്കെ ചോദിക്കുകയും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്ദു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അത് എന്നെ കാണണം എന്ന് പറഞ്ഞിട്ട് അവൾ വിളിച്ചിരുന്നു, അപ്പം ഞാൻ അവൾ പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു, അവളെ കണ്ടില്ല, എന്നിട്ട് ഞാനിങ്ങോട്ട് തിരിച്ചു പോന്നു എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അവൾ എവിടേക്കാണ് പോയതെന്ന് കണ്ടുപിടിക്കണമല്ലോ, ഇനി എന്തായാലും അത് കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യമില്ല, നമ്മുടെ തലയിലാവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർ രണ്ടുപേരും. അങ്ങനെ അവർ ഇറങ്ങിത്തിരിക്കുകയാണ്, അനാമികയെ കണ്ടുപിടിക്കാൻ വേണ്ടി അവർ സ്കൂട്ടിയിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അതുവരെയായിരുന്നു. പിന്നെ കാണിക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാതെ ആരെയും സഹായം കിട്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന അനാമികയാണ്, കെട്ടിയിട്ട അനാമികയാണ് പിന്നെ കാണിക്കുന്നത്. അതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. സീരിയൽ വിശേഷങ്ങൾ മുന്നേ അറിയുവാനായി ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അടിക്കണം. താങ്ക്